UDFന്റെ പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ടാണ്. UDF അധികാരത്തിലിരിക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന രീതിയിൽ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ഒരു UDFന്റെ ഒരു മേയർ എന്ന രീതിയിൽ, ഭരണസമിതി എന്ന രീതിയിൽ ഞങ്ങൾക്കുണ്ട്. മനസ്സിലായോ? ഈ സമൃദ്ധിയെ കുറിച്ച് ഞാൻ അവരുടെ മാനിഫെസ്റ്റോയും അവരുടെ പ്രകടന പത്രികയൊക്കെ നോക്കിയതാണ്. അതിലൊന്നും കണ്ടില്ല അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ലാഭകരമായി നടത്തുന്ന ഒരു കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് LDF സംസ്ഥാനം ഒട്ടുക്കും നടപ്പാക്കുന്ന തീരുമാനം എടുത്തിട്ടില്ല? ഞങ്ങൾ ഇത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് UDF തീരുമാനമെടുത്തിട്ടുള്ള പ്രൊജക്റ്റാണ്. ഇത് പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, 3 നേരവും ഭക്ഷണം ലഭിക്കുന്ന രീതി, ഒരു മനുഷ്യന് ഒരു നേരം മാത്രം ഭക്ഷണം ബേസ് ചെയ്ത് കൊടുക്കുക എന്നതല്ല, 3 നേരവും സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഭക്ഷണം ലഭിക്കുന്ന രീതിയിലാണ് ഇന്ദിരാ ക്യാൻറ്റീൻ വിഭാവനം ചെയ്തിട്ടുള്ളത്. സബ്സിഡൈസ്ഡ് ഫുഡ്, അതായത് വിശപ്പ് രഹിത കൊച്ചി എന്ന കൺസെപ്റ്റിൽ ഇന്ദിരാ ക്യാൻറ്റീൻ വഴിയാണ് ഫുഡ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഓരോ ഭരണസമിതിക്കും ഓരോ നയം ഉണ്ടാവും. UDFന്റെ ഭരണസമിതിയുടെ നയം ഇന്ദിരാ ക്യാൻറ്റീൻ എന്ന രീതിയിൽ സബ്സിഡൈസ്ഡ് ഫുഡ് കൊടുത്തുകൊണ്ട് വിശപ്പ് രഹിത കൊച്ചി എന്നുള്ള ആശയം നടപ്പാക്കാനാണ്.